1800 കൂടി ഉണ്ടാ 1800 Less rice, sometimes big rice. ഓക്കെ. ആക്ച്വലി ചേട്ടനൊക്കെ എപ്പോഴാണ് മീൻ പിടിക്കാൻ ആക്ച്വലി പോയത്? എത്ര മണിക്ക് ഇറങ്ങും ഇത്രയും മീൻ കിട്ടാനായിട്ട്? They go around 3 o'clock in the morning and they will come back in 1 o'clock in the afternoon. If they got fish, they come in faster. They got no fish, they come get less fish, they come be late, like 6 in the evening. ഓക്കെ. എന്നിട്ട് ഇനി അവിടെ വലയിട്ടിട്ട് ഇനി തിരിച്ച് രണ്ടാമത് വലയിടാൻ പോകുന്നുണ്ടോ? ഇനി പോകത്തില്ല. ഇനി കംപ്ലീറ്റ്ലി they are tired, so they have to wait and relax, go home, back have a lunch, sleep, walk around, back. ഓക്കെ. മാസാട്ടോ മീൻ പിടിക്കാൻ പുള്ളിയുടെ ലാംഗ്വേജ് കേട്ടല്ലോ. വളരെ ഇത് ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെയാണ്. വളരെ വളരെ നല്ല സ്നേഹമുള്ളവരും പിന്നെ നല്ല അത്യാവശ്യം മനസ്സിലായല്ലോ. അത്രയും ചങ്കാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരുമയും ഒത്തൊരുമയും. ഇനിയും അടുത്ത് പോകണം സെക്കൻഡ് റൗണ്ട്. ഇനിയും പിടിക്കാൻ ഇനിയും പോയിട്ട് വരിക. ഇതാണ് അവരുടെ ഒരു ജീവിതം. നല്ലൊരു കടലിൽ പോകുന്നുണ്ട് പേടിയുണ്ട്. ഒരു പേടിയില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്ക് കണ്ടായിട്ടില്ല. സഫർ ചെയ്ത് നമ്മൾ വരണം, വന്നിരിക്കണം, അല്ലെങ്കിൽ ആണാവും. അതെ. സോ അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് കിട്ടണേ? എന്റെ പേര് ഷിബിൻ എന്നാണ് പേര്. അപ്പോൾ ഈ ചേട്ടനെയും പരിചയപ്പെടുത്ത് വളരെയധികം സന്തോഷമുണ്ട്. വെളുപ്പിന് 2 മണിയായിട്ട് പോയിട്ട് ഇത്രയും പിടിച്ചുള്ളൂ. ഇപ്പൊ പറഞ്ഞു വല ഇട്ടിരിക്കുന്നല്ലോ. ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെളുപ്പിന് 2 മണിക്ക് പോയി കടലിലെ നടുക്ക് വലയിട്ടു. പിന്നെ ബാക്കി ഇത്രയും മീനായിട്ട് ഇവർ വന്നേക്ക് പോകണം. ഇനി ഇത് ലേലത്തിനോട് ഇനി രണ്ടാമത് ഇനി ആ വല പിടിക്കാനായിട്ട് പിന്നെ രണ്ടാമത് പോകും. ഇതില് ഇപ്പൊ ഫുൾ ടാങ്ക് നിറയ്ക്കുമ്പോൾ എത്ര കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റും? 50 കിലോമീറ്റർ പോകല്ലേ. അപ്പൊ ഇടയ്ക്ക് വെച്ച് നിന്നെങ്കിലും പോയി കഴിഞ്ഞാൽ വേണ്ടല്ലോ, സ്റ്റോക്ക് നിറച്ചിട്ടാ പോകുന്നല്ലേ. ഈ കടലൊന്ന് ആസ്വദിക്കും. എന്തൊരു വളരെ എനിക്ക് അത് കരയിൽ നിന്ന് നോക്കുക. നമ്മൾ ഉൾക്കടലൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളില്ലേ, അത് ഇവിടെ കരയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ. മീൻകര പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ അവരുടെ ലേലം വിളിക്കുന്ന ആ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റി. ഇതിപ്പോ എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നുന്നത് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന കാഴ്ചകളില്ലേ, ഈ ലക്ഷദ്വീപിലെ കടല് നമ്മൾ കട്ട നീല കളറിലായിരിക്കും കാണുന്നത്, നല്ല പ്രകാശിച്ച്. ആ ഒരു മൂടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീലാവും. എന്നാലും കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ. വിഴിഞ്ഞം ഹാർബർ വ്യൂയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാഴ്ചകൾ നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് സന്ദർശിക്കണം. തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബർ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. Next time. We are brothers from another world.